മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഡൽഹിയിൽ നിർണായക ചർച്ചകൾ നടക്കാനിരിക്കെ നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് കോൺഗ്രസിൽ ഫ്ലക്സ് യുദ്ധം അത് കടുക്കുകയാണ്. വി ഡി സതീശനെയും കെ സി വേണുഗോപാലിനെയും അനുകൂലിച്ചും എതിർത്തും വിവിധയിടങ്ങളിൽ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. ഫ്ലക്സിൽ കരിയോയിൽ ഒഴിച്ചുള്ള പ്രതിഷേധങ്ങളും ഇന്നുണ്ടായി. തെരുവിലെ പ്രകടനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. AICC നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് വി ഡി സതീശനെയും കെ സി വേണുഗോപാലിനെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നും ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിൽ വി ഡി സതീശന്റെ ഫ്ലക്സിന് മുകളിൽ ഒരു ഭാഗം പ്രവർത്തകർ പോസ്റ്ററുകൾ പതിപ്പിച്ചു. കൂലിക്കിറക്കിയ ആളിനെ കണ്ട് ഞങ്ങൾ പേടിച്ചുപോയി എന്നാണ് പോസ്റ്ററിലുള്ളത്. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്ക് മാപ്പില്ലെന്ന വെള്ളയമ്പലത്തും ഫ്ലക്സ് ഉയർന്നു. മലപ്പുറത്ത് കെ സി വേണുഗോപാലിന്റെ ഫ്ലക്സിൽ സ്പ്രേ പെയിന്റ് അടിച്ചും പ്രതിഷേധമുണ്ടായി. തെരുവിലെ പ്രകടനങ്ങൾക്കും പ്രതിഷേധത്തിനുമെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. ഫ്ലക്സിന്റെ എണ്ണം കൂടിയതുകൊണ്ടോ ജാഥകൾ കൂടിയതുകൊണ്ടോ ഒന്നും തീരുമാനമാവില്ല. തീരുമാനമാണെങ്കിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകണം. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഫ്ലക്സ് വലിച്ചു കീറി. മാത്രമല്ല, ഫ്ലക്സിനകത്ത് കേരളത്തിലെ ചോദ്യം ചെയ്യപ്പെടാനാകാത്തൊരു നേതാവിൻ്റെ ചിത്രം കൂടി ഉണ്ടായിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടിയുടെ. ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഇന്ന് MLA-മാരായിട്ടുള്ള പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഒരക്ഷരം മിണ്ടിയോ? മുഖ്യമന്ത്രി ചർച്ചയിൽ നേതാക്കളെ അനുകൂലിച്ച് ഡൽഹി കേരള ഹൌസിലുണ്ടായ പ്രകടനത്തെ തള്ളി NSUI രംഗത്തെത്തി. പ്രകടനവുമായി NSUIക്ക് ബന്ധമില്ലെന്നും MSFന്റെ അജണ്ടയാണ് നടന്നതെന്നും ദേശീയ പ്രസിഡന്റ് വിനോദ് ജാഖർ 24-നോട്. केरला हाउस के अंदर जो घटना हुई है वो निंदनीय है, हम इसका विरोध करते हैं, वो गलत है। और जिस तरीके से MSF और IUML ने जो है जैनजी का नाम लेकर हमारे सम्मानित वरिष्ठ नेता श्री सनी जोसेफ साहब, केरला PCC के प्रेसिडेंट, उनके खिलाफ जो प्रोपगंडा चलाया है, उनका विरोध किया है. പരിപാടി സംഘടിപ്പിച്ചത് ഡൽഹിയിലെ ജൻസി കൂട്ടായ്മയാണെന്നാണ് MSFന്റെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.